മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും റിമാൻഡിൽ. രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല മാജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നും പ്രതിഷേധമുണ്ടായി. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും കാര്യമായി മുന്നോട്ടു പോയില്ല. ബലാത്സംഗം നടന്നതായി പരാതിക്കാരി പറഞ്ഞ തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ മാത്രമാണ് രാഹുലുമായി തെളിവെടുപ്പ് നടത്തിയത്. പരാതിക്കാരിയുമായി ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു എന്നതല്ലാതെ രാഹുൽ ഒന്നും വിട്ടുപറഞ്ഞില്ല. ഒന്നിലധികം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മൊബൈൽ ഫോണിലെ നിർണായക ഡാറ്റകൾ ലാപ്ടോപ്പിലേക്ക് പകർത്തി സൂക്ഷിച്ചെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഈ ലാപ്ടോപ്പ് എവിടെയെന്നും രാഹുൽ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയില്ല. അടൂരിലെ വീട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ലാപ്ടോപ്പ് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണത്തിന് പാലക്കാട് പ്രതിയുമായി പോകണമെന്ന് SIT കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ചുരുങ്ങിയ കസ്റ്റഡി കാലാവധിയിൽ പാലക്കാട് യാത്രയും മുടങ്ങി. ആദ്യ ദിവസം മുതലുണ്ടായ കടുത്ത പ്രതിഷേധങ്ങളും രാഹുലിനെ പുറത്തിറക്കിയുള്ള തെളിവെടുപ്പിന് വെല്ലുവിളിയായി. പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ രാഹുലിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കുള്ള വഴിയിൽ രാഹുലുമായി വന്ന പോലീസ് വാഹനത്തിന് നേരെ യുവമോർച്ച പ്രവർത്തകർ ചീമുട്ട എറിഞ്ഞു. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.